അപ്പോൾ ഗൈസ് ഇന്ന് സ്വിഗ്ഗിൻ്റെ 1 വീക്ക് ചാലഞ്ച് ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ 2 മണിക്കൂർ ഓടി. 2 മണിക്കൂർ ഓടിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 218 രൂപയൊക്കെ ആയിട്ടുണ്ട്. അത് നോക്കാം. ഇതൊക്കെ എത്ര നേരം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സ്വിഗ്ഗിയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഓടി നോക്കാം. ഓടിയിട്ട് എത്ര ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൻ്റെ അവിടേക്ക് വന്നപ്പോൾ എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വെച്ചു. അപ്പോൾ നോക്കട്ടെ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. സ്പെഷ്യലൊന്നുമല്ല, സാധാ ഭക്ഷണം തന്നെയാണ്. കാണിച്ചു തരാം എന്താ ഉള്ളതെന്ന് കണ്ടു നോക്കി. നല്ല ചോറും അച്ചാറും ഉപ്പേരിയൊക്കെ ഉണ്ട്. എല്ലാം കൂടി കൂട്ടി പെടച്ചിട്ട് ഒരു പെടപെടച്ചിട്ട് നമുക്ക് ഫുൾ ആരോഗ്യത്തിൽ കൂടി സ്വിഗ്ഗിയിലൊന്ന് ഓടി നോക്കാം. ഈ ആരോഗ്യമൊക്കെ സ്വിഗ്ഗിക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ നമ്മുടെ ചാലഞ്ച് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കായിരുന്നു. ഗൈസ്, അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ആരോഗ്യം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ആരോഗ്യം നമ്മുടെ സ്വിഗ്ഗിക്കില്ല. സാരില്ല. എന്തായാലും നമ്മൾ 6 മണിക്കൂർ 9 മിനിറ്റ് ഓടി 10 ഓർഡർ കംപ്ലീറ്റ് ആക്കിട്ടോ. എന്നിട്ട് കിട്ടിയ എമൗണ്ട് ആണ് ഈ കാണുന്ന 718 രൂപ. കുഴപ്പമില്ല, അത്യാവശ്യം മണിക്കൂറിൽ 100-ന് മേലെ കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഇൻസെന്റീവ് ഉണ്ട്, 10 ഓർഡറിന്റെ ഇൻസെന്റീവ് 105 ഉണ്ട്. അപ്പോൾ ഏകദേശം 800 സംതിങ് രൂപ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മറ്റുള്ള ജില്ലകൾ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അവിടെയൊക്കെ നല്ല ഓർഡറും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും. കണ്ടാ, ഇതാണ് നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് 823 രൂപ. അപ്പൊ ഡേ 4 നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.